അല്ല ഇതെവിടേക്ക് ഉടുത്തൊരുങ്ങി? ഞാനവിടെ പോകാനാ? കുളിച്ച് നല്ലൊരു സാരി എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകണം നിർബന്ധമുണ്ടോ? നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ ഒരുങ്ങി കെട്ടി നടക്കാൻ? വയസ്സാം കാലത്ത് വല്ലപ്പോഴും പ്രാർത്ഥിച്ച് പേരക്കുട്ടീനെയും കളിപ്പിച്ചിരിക്കേണ്ട പ്രായത്തില് ഒരുങ്ങി കെട്ടി നടക്കുന്നു. ആരെ കാണിക്കാനാണോ എന്തോ? ഞാൻ ഉടുക്കാത്തൊരു പുതിയ സാരി എടുത്ത് ഒന്ന് ഒരുങ്ങി വെച്ചാൽ അതാരെങ്കിലും കാണിക്കാനാണോ? നീ എന്തെങ്കിലും തരം താഴ്ന്ന രീതി സംസാരിക്കുന്നു? നീ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നേ? ഓ, ഞാൻ ചിന്തിക്കുന്നതിൻ്റെ കുഴപ്പമാണല്ലോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അച്ഛൻ മരിച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. അതിനു മുന്നേ ഇങ്ങനെ കളർ സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ ഉടുത്തൊരുങ്ങി നടക്കുന്നു. എന്തെങ്കിലും ഒരു വിഷമോ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കൂ. എന്തെങ്കിലും ഒരു ബോധം വേണ്ടേ? റോഡിലൂടെ പോകേണ്ട കണ്ട നാറിയുടെ പോകത്ത് ഈ വീണ്ടും മുന്നോട്ട് നോക്കിയിട്ട് ഒരു വളിച്ച ചിരിയാണ്. എനിക്കത് കാണുമ്പോഴാണ് അത് ആരെ കണ്ട ആ നാറികളൊക്കെ ചിരിക്കണമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നാണം കെടുത്താൻ വേണ്ടിയിട്ട്. സാധാരണ പ്രായം കുറച്ചവർക്ക് ഇങ്ങനത്തെയൊക്കെ സൂക്കേടുള്ളത്. ഇത് ഈ വയസ്സാം കാലത്ത് കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുമ്പോൾ സൂക്കേട്. നിർത്തിക്കേ. നീ എങ്ങോട്ടേ പറഞ്ഞു പോകുന്നേ? നിനക്ക് എന്തും പറയാനുള്ള ലൈസൻസ് ആരാ തന്നേക്കണേ? ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ഈ ഇളക്കം കണ്ടാൽ തന്നെ അറിയാം നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാന്ന്. ആ മരിച്ചു പോയ നിങ്ങളുടെ ഭർത്താവ് ഉണ്ടല്ലോ, അതിനെങ്കിലും ഒന്ന് ഇടയ്ക്ക് ഓർത്ത് നോക്ക്. അപ്പം ഇങ്ങനെ ഒരുക്കി കെട്ടി നടക്കാനും തോന്നില്ല. എവിടെ പോകാനാ ഈ സാരിയൊക്കെ തപ്പുന്നേ? എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ചവരെല്ലാവരും കൂടി ഒരു റീയൂണിയൻ വെക്കുന്നുണ്ട് ഈ വെള്ളിയാഴ്ചയാണ്. അപ്പം അതിനുള്ള സാരി തപ്പുമായിരുന്നു. അതൊക്കെയുണ്ട്. അല്ല, ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണോ തപ്പിയെടുത്തെങ്കിലും ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കണേ? അത് പിന്നെ ഞാൻ 3-4 ദിവസം മുന്നേ അമ്പലത്തിൽ പോയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ദേവകിയെ കണ്ടായിരുന്നു. അവളോട് ഇന്ന് വർത്താനമൊക്കെ പറഞ്ഞപ്പോഴാണ് പറയണേ, ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ക്ലാസ്സിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന്. ആരോ ഉണ്ടാക്കിയതാണ്. കുറച്ചായി, 1.5 കൊല്ലമായി ഉണ്ടാക്കിയിട്ട്. കുറേ പേരുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, നിൻ്റെ നമ്പർ ഇതാ, ഞാൻ അതിൽ ചേർത്താന്ന് പറഞ്ഞു. അങ്ങനെ നമ്പർ മേടിച്ചിട്ട് പോയി അന്ന് തന്നെ ചേർത്തായിരുന്നു. ഞാൻ വിചാരിച്ചു ആർക്കും എന്നെ ഓർമ്മ കാണത്തില്ലെന്നാ. പക്ഷെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. എന്നെ സ്നേഹമായിരുന്നു. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്തിരി നേരം മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു എല്ലാവരും. ഭയങ്കര സന്തോഷമായിപ്പോൾ. ഞാൻ ഒത്തിരി ചിരിച്ചു അവരോടൊക്കെ വർത്താനം പറഞ്ഞപ്പോഴേ. അല്ല, സ്ത്രീകൾ മാത്രമേ ഈ ഗ്രൂപ്പിൽ? അതോ പുരുഷന്മാരും ഉണ്ടോ? അല്ലല്ല, സ്ത്രീകൾ മാത്രമൊന്നുമല്ല, പുരുഷന്മാരും ഉണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ 58 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 28 പേര് പുരുഷന്മാരും 30 പേര് സ്ത്രീകളുമായിരുന്നു. അതിലെല്ലാവരും കൂടി ഒരു 40 പേരിപ്പോൾ ഗ്രൂപ്പിലുണ്ട്. ബാക്കി കുറേ പേര് മരിച്ചുപോയി. പിന്നെ കുറേ പേരൊക്കെ എവിടെയെങ്ങാണ്ടൊക്കെയാണ് പുറത്തൊക്കെയാണ്. നമുക്ക് അവരുടെ ഒക്കെ ഒന്നും ഇതില്ലാത്തതുകൊണ്ട്, നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഗ്രൂപ്പിലില്ലാന്നേ ഉള്ളൂ. പക്ഷെ നല്ല രസമാണ് കേട്ടോ അവരോടൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കാൻ. എന്നെ സന്തോഷമാണ്. എല്ലാവരും കൂടി ഇന്നലെ മിനിഞ്ഞാന്നെങ്ങാണ്ട് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് കൂടി വീഡിയോ കോൾ ചെയ്തപ്പോൾ ഒത്തിരി പേര് രാത്രിയൊക്കെ സംസാരിച്ചത് വല്ലാത്ത സന്തോഷമായി. കുറേ ദിവസമായിട്ട് അവരിങ്ങനെ റീയൂണിയൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, അവർ നേരത്തെ ഈ വെള്ളിയാഴ്ചത്തേക്ക് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നെയാ, എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കൂടെ ഗ്രൂപ്പിൽ വന്നപ്പോൾ എന്നോടും കൂടെ വരാൻ പറഞ്ഞു. എല്ലാവരെയൊക്കെ ഒന്ന് കാണാമല്ലോ. ഇത്ര കാലം അവരെയൊക്കെ കണ്ടിട്ട് വലിയ സന്തോഷമാവും. അധികം മെസ്സേജ് അയക്കാണ്ടിരിക്കുക നല്ലത്. നിങ്ങളുടെയൊക്കെ സ്വഭാവത്തിന് എന്താക്കി വെക്കുമോ എന്തോ. ഈയിടെ ഞാൻ ന്യൂസ് കണ്ടേ ഉള്ളൂ. ഏതോ പണ്ട് കൂടെ പഠിച്ചവരെല്ലാവരും കൂടി ഒരു റീയൂണിയൻ വെച്ചു. എന്നിട്ട് അതിൽ 2 ഒളിച്ചോടി പോയി. അതും പ്രായമുള്ളവർ, കല്യാണവും കഴിഞ്ഞ് മക്കളുടെ മക്കളൊക്കെ ഉള്ളവർ. അത് പണ്ടത്തെ പ്രണയം മൂത്ത് ഒളിച്ചോടി പോയേക്കുന്നു. ഒന്നിനും വിശ്വസിക്കാൻ പറ്റില്ല. ചില ഇടങ്ങൾക്ക് പ്രായമാകുമ്പോഴാണ് സൂക്കേട് തുടങ്ങുന്നത്. അല്ല, നിങ്ങൾ ഈ റീയൂണിയന് പോകണ കാര്യം അങ്ങോട്ട് സ്വന്തമായിട്ടൊക്കെ തീരുമാനിച്ചോ? നിങ്ങളുടെ മകനില്ലേ? നിങ്ങളുടെ മകൻ ഒരാഴ്ചയ്ക്കോട് ജോലിക്ക് പോയേക്കുക. മകൻ ഇവിടെ ഇല്ലെങ്കിലും ഞാനിവിടെ ഇല്ലേ? എന്നോട് ചോദിച്ചൂടെ പോണ കാര്യം? എനിക്ക് നിന്നോട് ചോദിച്ചിട്ട് പോകണം തോന്നിയില്ല. എൻ്റെ ഇഷ്ടപ്രകാരം പോകുന്നത്. ഈയിടെയായിട്ടുള്ള നിങ്ങളുടെ നടത്തവും ഭാവവും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം എന്തോ അതിനുള്ള പുറപ്പാടാന്ന്. പണ്ട് കൂടെ പഠിച്ചവരാരെങ്കിലും ആയിട്ട് വല്ല ബന്ധമൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അത് നടക്കാണ്ട് ചിലപ്പോൾ ഇവിടുത്തെ അച്ഛനെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അച്ഛനിപ്പോൾ മരിച്ചു പോയല്ലോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ പണ്ടത്തെ ബന്ധങ്ങളൊക്കെ പുതുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവൂലേ? ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ? ഫസ്റ്റ് നോക്കി എന്തൊക്കെയാ വരണം പൊണ്ടാരം. അമ്മയെ കണ്ടില്ലല്ലോ, എന്തിയേ? ഓ, അതെവിടെയെങ്കിലും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? എന്താടി നീ അങ്ങനെ പറഞ്ഞേ? ഞാൻ പറയുമ്പോൾ ചേട്ടൻ എന്തായാലും വിഷമമാവും. സ്വന്തം അമ്മയെക്കുറിച്ച് ആരിങ്ങനെ പറഞ്ഞാലും അത് വിഷമമുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ചേട്ടൻ ഇവിടുന്ന് ഒരാഴ്ചയ്ക്ക് ജോലിക്ക് പോയി കഴിയുമ്പോൾ ഞാനിവിടെ കിടന്ന് അനുഭവിക്കുക. അമ്മയുടെ നടത്തത്തിലും ഭാവത്തിലും ഫോൺ ചെയ്യുന്ന രീതിയിലൊന്നും ഒട്ടും ശരിയല്ല. അമ്മയുടെ ഒരുങ്ങിയുള്ള നടത്തം നാട്ടുകാരൊക്കെ ഓരോ കളിയാക്കുന്ന രീതിയിലാണ് അമ്മ നോക്കുന്നത്. അച്ഛൻ മരിച്ചതിൻ്റെ ഒരു ഇതും അമ്മയ്ക്കില്ല, ഒരു വിഷമം ഒന്നുമില്ല. അമ്മയ്ക്ക് എപ്പോഴും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി തുണി ഇട്ടുകൊണ്ട് ഇരിക്കും. കൂടുതൽ പറഞ്ഞാൽ കൂടിപ്പോൾ അമ്മയ്ക്ക് ആരുമായിട്ട് ബന്ധമുണ്ട്, അതുള്ളത് തന്നെയാണ്. അമ്മയുടെ ഫോൺ സംസാരവും രീതിയൊക്കെ കണ്ടാൽ തന്നെ അറിയാം എന്തോ കുഴപ്പമുണ്ട്. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചല്ലേ ശരിയാവില്ല.
നീ എന്തോ വർത്താനാടി പറയുന്നത്? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാനും ആദ്യമൊക്കെ അങ്ങനെ വിചാരിച്ചേ ഒന്നും ഉണ്ടാവില്ല, എൻ്റെ തോന്നലായിരിക്കും എന്നാ. പക്ഷെ അമ്മയുടെ ഫോൺ ചെയ്യുന്ന രീതിയും സംസാരവും കണ്ടാൽ തന്നെ അറിയാം അമ്മ ഒത്തിരി മാറിപ്പോയേട്ടാ. അമ്മയ്ക്ക് ഇത്ര പ്രായമായി സ്നേഹനിധിയായ ഒരു മകനുണ്ട്, മരുമകളുണ്ട് എന്നുള്ള ചിന്തയൊന്നും അമ്മയ്ക്കില്ല. അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, നമ്മൾ നാണക്കേടെന്ന് തോന്നണേ. നാണക്കേട്. ആ സ്ത്രീയെ അമ്മയെന്ന് വിളിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ലെന്നേ. എന്തായാലും നമ്മൾ അറിഞ്ഞ കാര്യം നീ അറിയിക്കണ്ട. എനിക്ക് എന്തായാലും അറിയണം എൻ്റെ അമ്മയുടെ ചാരനാരെന്ന്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ ചേട്ടനുള്ളത് പറഞ്ഞതല്ലേ, ഞാൻ വിളിച്ചിട്ടേ വരാവൂന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. അതുകൊണ്ട് നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്ന ഞാൻ. അല്ല, പുള്ളിക്ക് വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? അങ്ങനെ ഒരു ചാൻസ് ഇല്ല. എന്നെ ഡൗട്ട് അടിക്കാൻ മാത്രം ഞാനൊന്നും ചെയ്യുന്നില്ല. ചേട്ടനോട് ഞാൻ നല്ല രീതിയിലാണ് നിൽക്കണേ, അതുകൊണ്ട് പിന്നെ പുള്ളിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഇനിയിപ്പോൾ അഥവാ നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞുണ്ടാക്കിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ ചേട്ടനോട് നൈസായിട്ട് അമ്മയുടെ തലയ്ക്ക് ചേട്ടൻ്റെ തള്ളയുടെ തലയ്ക്ക് വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം തലയിൽ കയറിയിട്ടുമുണ്ട് അത്. അതുകൊണ്ട് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ തള്ളയാണെന്നാ വിചാരിക്കുള്ളൂ, എൻ്റെ ഡൗട്ട് അടിക്കില്ല. അല്ല, അത് അയാള് വിശ്വസിച്ചോ? ആദ്യം വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ സ്വന്തം അമ്മയെക്കുറിച്ച് ഒരാൾ ഇങ്ങനെ പറഞ്ഞു ആരെയും വിശ്വസിക്കുമോ? പിന്നെ ഞാനങ്ങ് വിശ്വസിപ്പിച്ചെടുത്തു. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും എന്നെ എന്തായാലും ചേട്ടൻ ഡൗട്ട് അടിക്കില്ല, അതുപോലെ ആക്കിയിട്ടുണ്ട്. എന്തായാലും നിന്റെ ബുദ്ധിയുള്ള. അല്ല, നിന്റെ ഭർത്താവിന് എന്നാ പോണേ? 2-3 ദിവസത്തിനുള്ളിൽ ചേട്ടൻ പോവും. എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം, നീ എന്നിട്ട് വന്നാൽ മതി കേട്ടോ. നീ ഇടയ്ക്കിടയ്ക്ക് ഫോണിലോട്ട് വിളിക്കും മെസ്സേജ് അയക്കും ചെയ്യരുത്. നിൻ്റെ പേര് ഞാൻ വേറൊരു പേരിലാണ് സേവ് ചെയ്തേക്കണം, എൻ്റെ പഴയ കൂട്ടുകാരുടെ പേരിലാണ് സേവ് ചെയ്തേക്കണേ. നീ എന്നാലും ഇപ്പോൾ പോയിക്കോ, ഞാൻ വിളിക്കാം, എന്നിട്ട് വന്നാൽ മതി കേട്ടോ. എന്താട്ടാ, എന്ത് പറ്റി? ഞാനല്ലേ ചോദിക്കണ്ടേ, നീ എന്ത് ഇരുട്ടത്? അത് പിന്നെ ഞാനൊരു പൂച്ച പൂച്ച പോണൊക്കെ. ഇരുട്ടത്താണോ നിന്റെ പൂച്ച? അത് പിന്നെ ഞാൻ ചെടി വെള്ളം ഇത് ഞാൻ നിനക്ക് നേരത്തെ തരണ്ടായിരുന്നടി. നാട്ടുകാർ പലതും എന്നെ പറ്റി പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പം നേരിട്ടാണടി, മതിയായി. നീ എന്ത് വൃത്തിയുടെ സ്ത്രീയാടി. നിൻ്റെ ഈ സ്വഭാവം വെച്ചിട്ട് നീ എൻ്റെ അമ്മയെ കരുവാക്കിയില്ലടി. അമ്മയെ പറ്റി നീ എന്തൊക്കെയാടി പറഞ്ഞത്? മതി, ഇന്നത്തോടെ ഇവിടെ നിർത്തിക്കോണം. ഞാൻ നീ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട. നാളെ നേരം വെളുക്കുമ്പോൾ നിന്റെ സാധനങ്ങൾ എന്തെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇറങ്ങി പോയിക്കോണം. നാളെ